ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെയർമാൻ ടോം ടി ജോസഫ് സാർ, ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥിയായിട്ട് അവിടെ എത്തിയിരിക്കുന്ന സീനിയർ ഫെമിന ജോർജ്, ബഹുമാനപ്പെട്ട ഡയറക്ടർ ഡോക്ടർ എ ജെ പോൾ സാർ, ടോംസ് കോളേജിൻ്റെ അക്കാദമിക് ഡീൻ മോളിക്കുട്ടി ടീച്ചർ, വൈസ് പ്രിൻസിപ്പൽ ഷിജന ബി, സ്റ്റുഡൻറ്റ് കോർഡിനേറ്ററായിട്ട് ECLA 2024 സ്റ്റുഡൻസ് കോർഡിനേറ്ററെ റെപ്രസെൻ്റ് ചെയ്ത് വേദിയിലിരിക്കുന്ന ഫെബിൻ, അശ്വിൻ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മളുടെ എല്ലാവരുടെയും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കോളേജിൻ്റെ ആർട്സ് ഫെസ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കരിക്കുലം പോലെ തന്നെ എക്സ്ട്രാ കരിക്കുലത്തിനും അതിനകത്തുള്ള സ്പേസ് കോളേജുകൾക്കുള്ളിൽ കൊടുക്കാൻ നിർബന്ധമാണ്. കുട്ടികളും അധ്യാപകരും അത് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അത് നിങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിയമങ്ങളുടെ എല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് ആ ആഘോഷങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരു മുഖമല്ല ടോം സാർ, നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. 1988 മുതൽ ഇന്ന് 2024 വരെ ഏകദേശം 36 വർഷമായിട്ട് അക്കാദമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. ടീച്ചറായിട്ട് തുടങ്ങി ഡയറക്ടറും ചെയർമാനുമായിട്ട് മാറിയ ആളാണ്. 2 കുട്ടികളെ വെച്ച് ഒരു സ്ഥാപനം ആരംഭിക്കുകയും 36 വർഷങ്ങൾക്കിപ്പുറം ഒരു എഞ്ചിനീയറിംഗ് കോളേജും ഒരു പോളിടെക്നിക്കും ഒരു ആർട്സ് കോളേജും സ്വന്തമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് വളരുകയും ചെയ്ത വ്യക്തിത്വത്തിന് ഉടമയാണ്. ഈ വർഷങ്ങൾക്കുള്ളിൽ 2500-ലധികം ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ NIT, IITകളിൽ പഠിച്ചിറങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികൾ, ഇങ്ങനെ സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് നമ്മുടെ ചെയർമാൻ എന്നുള്ളത് എനിക്കും ഞങ്ങൾക്കും അഭിമാനം നൽകുന്ന ഒന്നാണ്. അദ്ദേഹത്തെ ഇന്നത്തെ യോഗത്തിൻ്റെ പ്രസിഡൻഷ്യൽ സീറ്റിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അധ്യക്ഷപദം അദ്ദേഹമാണ് അലങ്കരിക്കുക. അദ്ദേഹത്തെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ECLA 2024 ഏറ്റവും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തേണ്ടത് നമ്മളുടെ മുഖ്യ അതിഥി അഭിനേത്രി ഫെമിന ജോർജിനെയാണ്. ഞാൻ പറഞ്ഞതിൽ അല്പം മിസ്റ്റേക്ക് ഉണ്ട്. പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന വാക്ക് ഞാൻ പിൻവലിക്കുന്നു. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖമാണ്. അപ്പം പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഫെമിന ജോർജിൻ്റെ എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഏതാ? മിന്നൽ മുരളി. എല്ലാവർക്കും അറിയാവുന്നതാണ്. 2021 റിലീസായ സിനിമയാണ്. അതിനുശേഷം 2023 ഫെമിന ജോർജിൻ്റെതായിട്ട് 2 പടം കൂടി റിലീസായിട്ടുണ്ട്. അതൊന്ന് തീപ്പൊരി ബെന്നി എന്ന് പറയുന്ന ഒരു സിനിമയും, രണ്ടാമത് ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന് പറയുന്ന ഒരു സിനിമ. ഇപ്പോൾ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഭിനയ രംഗത്ത് 2021 ആരംഭിക്കുകയും പിന്നീട് അങ്ങോട്ട് നല്ല ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടുകയും ചെയ്തിരിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ്. തീർച്ചയായിട്ടും മുന്നോട്ട് നല്ല കഥാപാത്രങ്ങൾ ലഭിക്കുന്നതിനും ഈ രംഗത്ത് തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിനും ഫെമിന ജോർജിനാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ മുഖ്യാതിഥി ഫെമിന ജോർജിനെ നമ്മളുടെ ECLA 2024 നമ്മുടെ ടോംസ് കുടുംബത്തിലേക്ക് എല്ലാ ആളുകളുടെയും പേരിൽ ഞാൻ ഏറ്റവും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടത് നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള മുഖങ്ങളാണ്. അതിന് ഒന്നാമത് നമ്മളുടെ ഡയറക്ടർ ഡോക്ടർ എ ജെ പോൾ സാറാണ്. രണ്ടാമത് നമ്മുടെ അക്കാദമിക് ഡീൻ മോൾ ടീച്ചറാണ്. നമ്മുടെ കരിക്കുലം എടുത്തു നോക്കുമ്പോൾ ആ കരിക്കുലം ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അക്കാദമിക് സൈഡിൽ പ്രവർത്തിക്കുന്ന ഒരു 2 പേരെയും നമ്മളുടെ ഇന്നത്തെ ECLA 2024 ഏറ്റവും ഹാർദമായി എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു.
പിന്നീട് വേദിയിലുള്ളത് നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ഷിജന മിസ് ആണ്. കൂടെ നമ്മുടെ സ്റ്റുഡൻസ് കോർഡിനേറ്റർ ആയിട്ടുള്ള എക്ലാ 2024 സ്റ്റുഡൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഫെബിനും അശ്വിനുമാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ആർട്സ് ഫെസ്റ്റ് 6-ാം തീയതി 9 മണിക്ക് ആരംഭിച്ച് 5 മണിക്ക് അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആ സമയത്ത് ആരംഭിക്കാനും അവസാനിക്കാനും അതിന് പിന്നിൽ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമുണ്ട്. അതിനെല്ലാം നേതൃത്വം കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻസ് കോർഡിനേറ്റേഴ്സും ഞാൻ ഒരു 2-3 ദിവസം അടുപ്പിച്ച് ലീവായതിനാൽ അതിൻ്റെ വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള ഷിജന മിസ്സുമാണ്. ഇവരെ 3 പേരെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും കേരള 2024 ഞാൻ ഹാർദമായി സ്വാഗതം. കൂടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ്, അധ്യാപകര്, വേദി ഇരിക്കാത്ത സ്റ്റുഡൻസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. 50 പേരുടെ ഒരു ടീമായിരുന്നു നമ്മൾ വർക്ക് ചെയ്തത്. കൂടാതെ ഇവിടെ ഏറ്റവും നന്നായിട്ട് സഹകരിച്ച നമ്മളുടെ വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിന് എക്ലാറ്റ് 2024 സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Respected Director of the College, Dr. A.J. Paul sir, Principal Joby Joseph, Vice Principal Shijina B, Academic Dean Molikuti Manuel, Students Coordinators Ashwin and Febin, dear Head of the Departments, faculty members, dear students, and not but the least, our guest of honor today, Srimati Femina George. Kala എല്ലാവരെയും എക്കാലത്തും ആകർഷിച്ചിട്ടുള്ള ഒരു ഘടകമാണ്. (2024) നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളെ സ്വാധീനിക്കുന്ന, വളരെയേറെ സ്വാധീനിക്കുന്ന ചില മീഡിയമാണ് സിനിമ, TV, പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ കൂടിയുള്ള സംഗ്രഹമായ നമ്മുടെ മൊബൈൽ ഫോൺ. പക്ഷെ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പിറകിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും അല്ലെങ്കിൽ ഈ കലാ സൃഷ്ടികൾ ഇന്നത്തെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് തരമുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുന്നത് നമ്മളൊക്കെയാണ്. എഞ്ചിനീയേഴ്സാണ് ഇതിൻ്റെ പിറകിൽ. പക്ഷെ മുൻപിൽ വരുന്നത് ഫെമിനായെ പോലുള്ള സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെയുള്ളവരും പിന്നെ മറ്റുള്ള എല്ലാ 100 കണക്കിന് കലാകാരന്മാരും. സന്തോഷമുണ്ട്. നമുക്കറിയാം, എഞ്ചിനീയേഴ്സ് എന്ന നിലയിൽ ഇപ്പോൾ ഹോസ്പിറ്റലുകളല്ല, ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റൽസ് അല്ല, ഏകദേശം ടെക്നോ ഹോസ്പിറ്റൽസ് ആണ്. ഇതിൻ്റെയൊക്കെ പുറകിൽ വളരെയധികം എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ വളരെയേറെ പ്രകടമാണ്. അപ്പോൾ ഈ അവസരത്തിൽ സാങ്കേതികവിദ്യയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം സാങ്കേതിക വിദഗ്ധരായി മാറുകയാണ് എങ്കിലും കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതും പരിപോഷിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ജീവിത സാക്ഷാത്കാരത്തിന് ഉതകുന്ന ഘടകങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കലാപരമായ കഴിവുകൾ തേച്ചു മിനുക്കിക്കൊണ്ടുവന്നത് നിങ്ങളുടെ കൂട്ടുകാരുടെ മുമ്പിൽ, അധ്യാപകരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ്, ദിനമാണ്. ഈ അവസരത്തിൽ ഫെമിന ജോർജിനെ പോലുള്ള ഒരു ഉന്നത കലാകാരിയെ നമ്മുടെ ഈ കലാദിനത്തിലേക്ക് ലഭിച്ചത് എന്തുകൊണ്ടും സന്തോഷപ്രദമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം
നിങ്ങൾക്ക് ആഘോഷത്തിൻ്റെയും അർമാദിക്കാനുള്ള ഒരു അവസരമായി തീരട്ടെ എന്നും നിങ്ങളുടെ മുന്നോട്ടുള്ള പഠനത്തിന് ഇത് അടിത്തറയായി മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. Please join me in giving a warm round of applause to the incredible and the gorgeous chief guest, Femina George ma'am. ബഹുമാനപ്പെട്ട ചെയർമാൻ ടോം ടി ജോസഫ്, ഡയറക്ടർ AJ പോൾ, ഡീൻ അക്കാഡമിക്സ് മോളിക്കുട്ടി ഇമാനുവൽ, പ്രിൻസിപ്പൽ ജോബി ജോസഫ്, വൈസ് പ്രിൻസിപ്പൽ ഷിജിന ബി, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സ്റ്റുഡൻറ് കോർഡിനേറ്റേഴ്സ്, ടീച്ചേഴ്സ്, കോളേജ് സ്റ്റാഫ് ആൻഡ് വിദ്യാർത്ഥികളെ, ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാം ഇങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് കാണാൻ പറ്റിയില്ല. ഇന്നിവിടെ വന്നപ്പോൾ മോളിയമ്മ എന്നോട് പറഞ്ഞു, നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയ ഒരു കോളേജാണ്, അപ്പോൾ പിള്ളേർ ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ അവർ കുറച്ചൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടാണ് എല്ലാ പരിപാടികളും ചെയ്യിപ്പിക്കാൻ നോക്കിയത്. ഇവനെല്ലാം മൊത്തത്തിലുള്ളതും നമ്മൾ കുറച്ച് പിടിച്ചാണ് ചെയ്യിപ്പിക്കുന്നത് തോന്നുന്നു. അപ്പം ഞാൻ മാമിനോട് പറഞ്ഞു, ഇതാണ് ശരിക്കും സ്ട്രിക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാനൊക്കെ പഠിച്ച കോളേജിന് അതൊക്കെ മേലെ വരാറുണ്ട്. കാരണം ഞാൻ പഠിച്ച കോളേജിൽ ഇങ്ങനെ ഒരു റാലി ഉണ്ടായിട്ടില്ല, ഒരു ഗസ്റ്റിനെ ഇങ്ങനെ ഒന്നും അവർ വെൽക്കമും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് അസൂയ തോന്നി. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ഭാഗ്യമാണ് ഇങ്ങനത്തെ ഒരു മാനേജ്മെന്റിനെ കിട്ടാന്ന് പറയുന്നത്. എല്ലാത്തിനും കൂടെ ഉള്ളൊരു ചെയർമാനും അതേപോലെ പ്രിൻസിപ്പലും ഒക്കെ. ഞാൻ പഠിച്ചത് ഫുൾ എറണാകുളത്തായിരുന്നു. ഞാൻ ഡിഗ്രി ചെയ്തത് രാജവേരി, എം.കോം ചെയ്തത് സെൻറ്റ് തെരേസാസ്. പക്ഷേ ഞങ്ങൾ രാജവേരിയിൽ ഫുൾ സ്ട്രിക്റ്റ് ആണ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ മുന്നിൽ കാണുന്ന മൊത്തം കാലി കസേരകളായിരിക്കും. കാരണം പിള്ളേരേ വരില്ല, അതുപോലെ ഭയങ്കരമായിട്ട് പിടിച്ചൊക്കെയാണ് അവിടുത്തെ ഓരോ പരിപാടികൾ നടക്കുന്നത്. പക്ഷെ ഇങ്ങനെ നിങ്ങൾ വന്ന് കാണുമ്പോൾ, നിങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു കോളേജിലായിരുന്നു വന്ന് പഠിക്കേണ്ടിയിരുന്നത് പലപ്പോഴേക്കും തോന്നിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയത് എൻ്റെ കോളേജ് ലൈഫാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്, ഓൾമോസ്റ്റ് സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് എനിക്ക് സിനിമ അഭിനയിക്കണം എന്ന് ഞാൻ ഉറച്ച് തീരുമാനിക്കുകയും എല്ലാവരോടും പറയാനായിട്ട് ആദ്യം തുടങ്ങിയത്. നമുക്കൊക്കെ അറിയാം, സിനിമയെന്ന് ആദ്യം പറയുമ്പോൾ എല്ലാവരും പറയുന്നത് അത് വേണ്ട എന്നായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാനും ആദ്യമായിട്ട് വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ എന്നോട് വേണ്ട, അത് നടക്കില്ല. ആദ്യം എന്നോട് നോ പറഞ്ഞത് എൻ്റെ അപ്പനായിരുന്നു. ഒരിക്കലും നടക്കണ കാര്യമില്ല. കാരണം വേറെ കൊണ്ടല്ല, ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ അക്കാഡമിക്കലി പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ തീർച്ചയായിട്ടും അവർ വിചാരിച്ച ഞാൻ പഠിച്ച് ഏതെങ്കിലും ഒരു നിലയിൽ എത്തുമെന്നായിരുന്നു. ആ ഹോപ്പിൽ നിന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഒരു തരത്തിൽ എൻ്റെ വീട്ടുകാർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്ന പോലെ സിനിമയിൽ പോയാൽ എന്താണ് ജീവിതം അവസാനിക്കും, അല്ലെങ്കിൽ മുന്നോട്ട് നിനക്ക് സിനിമയിൽ പോയാൽ ഒന്നും നടക്കില്ല, ലൈഫ് തീർന്നു, അങ്ങനെയൊക്കെ കുറേ നെഗറ്റീവ്സ് ആയിരുന്നു മൊത്തത്തിൽ ചുറ്റും കേട്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ സിനിമ ട്രൈ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ആള് പൊട്ടിച്ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചത്, നീയൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചത്. ഫുൾ പരിഹാസങ്ങളായിരുന്നു സിനിമയെ പറ്റി ആദ്യം പറഞ്ഞപ്പോൾ. പക്ഷെ ഞാൻ അന്ന് തീരുമാനിച്ചില്ല, എനിക്ക് സിനിമ വേണം, സിനിമ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നോട് അന്ന് സിനിമ എന്ന് പറഞ്ഞ് എന്നെ തള്ളിപ്പറഞ്ഞ് എന്നെ അകറ്റി നിർത്തിയ എല്ലാവരുടെയും മുന്നിലേക്ക് ഞാൻ വരുന്നത് മിന്നൽ മുരളി എന്ന് പറയുന്ന ആദ്യ പടമായിട്ടാണ്.
എന്നെ പുച്ഛിച്ച് തള്ളിയവരെല്ലാം ഇന്ന് എന്നെ കാണുന്നത് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ്. വേറൊന്നുമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ള, എനിക്ക് നിങ്ങളുടെ ഏജുകാരോട് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടൊരു കാര്യം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സാധിച്ചെടുക്കാൻ പറ്റും. കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെയാണ് സംഭവിച്ചത്. കാരണം ഞാൻ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരാളും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയായിരുന്നു എൻ്റെ എല്ലാ ഓഡിഷൻ അപ്ലൈ ചെയ്തത്. പക്ഷെ വീട്ടിൽ നിന്ന് ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ഞാൻ കുറേ കാര്യം കാല് പിടിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി അവസാനം അപ്പൻ്റെ സമ്മതം കിട്ടി. സമ്മതം തന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു അപ്പൻ. പക്ഷേ മിന്നൽമുറി ഓഡീഷൻ വന്നപ്പോഴേക്കും എൻ്റെ അപ്പൻ ഫുള്ളി സപ്പോർട്ടായിരുന്നു. അന്ന് എന്നെ ഓഡീഷനെ കൊണ്ടുപോയത് എൻ്റെ മമ്മിയാണ്. ഇന്നും എൻ്റെ മമ്മി തന്നെയാണ് എൻ്റെ കൂടെ വന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ചിലപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് നിന്നെ കൊണ്ട് അതൊരിക്കലും സാധിക്കില്ല, അല്ലെങ്കിൽ നീയൊക്കെ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാണ്. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന പലരും ചിലപ്പോൾ അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, ഡയറക്ഷൻ താല്പര്യമുള്ളവരുണ്ടാവും, കംപ്ലീറ്റ്ലി സിനിമ എന്ന ഫീൽഡിനെ ഡിഫറെൻ്റ് ആയ രീതിയിൽ താല്പര്യമുണ്ടാവുക. അതേപോലെ തന്നെ ഒരു നല്ല രീതിയിൽ പഠിച്ചൊരു നല്ലൊരു കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ പ്ലേസ് ആവണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. എന്താണെങ്കിൽ പോലും അതിനുവേണ്ടി വർക്ക് ഹാർഡ്, ലൈക്ക് ഡ്രീം ബിഗ്. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം പുച്ഛിച്ച് തള്ളിയവർ നിങ്ങളത് അച്ചീവ് ചെയ്തെന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് അതാണ്, നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാം. ഞാൻ കൂടുതൽ പറഞ്ഞ് എൻ്റെ പ്രസംഗം നീട്ടുന്നൊന്നുമില്ല. എന്തായാലും ഒത്തിരി സന്തോഷം. ഇതേപോലെ തന്നെ മാക്സിമം ഈ കോളേജ് ലൈഫ് മൊത്തം എൻജോയ് ചെയ്യാൻ, കാരണം ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇതാണ്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം മൊത്തത്തിൽ മാറി പറയും. പിന്നെ പറയണ്ട, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. Femina Jones, Principal, Vice Principal, Academic Dean, HOD, faculty members, and my dear students. Good morning to all. Art is creativity. Creativity is the beautiful manifestation of consciousness. It is a gift of God bestowed upon mankind. To be born as a human being is a great privilege. Man is not merely a physical being, driven by instincts, but a spiritual entity endowed with almost godly powers, evident in the manifestation of mind and intellect. An artistic creation can positively influence every human mind. A calm and peaceful mind is a theatre for spectacular achievements. I appreciate art in every form. It could be dance, music, painting, poetry, etc. It can bring peace and solace in our hearts. I understand that all of you have an artistic mind that can help you to enjoy life in every situation.
I wish all the best to this art festival, Eclat 2024. Thank you. Have a great day. ഈ അവസരത്തിൽ ഞാൻ രചിച്ച ഒരു കവിത നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. കവിതയുടെ ടൈറ്റിൽ ഡിവിനിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. കവിതയുടെ ഇതിവൃത്തം ഇങ്ങനെയാണ്: മനുഷ്യന്റെ അന്തരംഗത്തിൽ ഈശ്വര സ്ഥിതി ചെയ്യുന്നു എന്ന പരമാർത്ഥമാണ്. നാം കാണുന്നതും അനുഭവിക്കുന്നതും എല്ലാം പ്രകൃതിയാണ്, മാറ്റർ. നാം കാണാത്തതും അനുഭവിക്കാൻ പറ്റാത്തതുമായത് സ്പിരിറ്റാണ്, അല്ലെങ്കിൽ കോൺഷ്യസ്നസ്. ഇത് രണ്ടും കൂടി കലർന്നതാണ് ഈ പ്രപഞ്ചം, യൂണിവേഴ്സ്. ദ യൂണിവേഴ്സ് ഇസ് എ പ്രൊജക്ഷൻ ഇൻ കോൺഷ്യസ്നസ്. ഡിവിനിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. Matter and spirit are beginningless. Spirit is eternal and boundless. Matter is gross and senseless. Spirit is subtle and changeless. Without spirit, matter is lifeless. The living matter is priceless. Spirit is the ocean of consciousness, source and fountain of blissfulness. Matter in blooming loveliness is spirit in charming liveliness. Spirit is the light of awareness, illumining also the darkness. We two are made up of matter, earth, fire, air and water, conditioned by space-time factor. Thoughts are bound in little master. Spirit is the one divine factor, shining bright in all living matter. Man is but a unique creature, born with a refined feature, walking on the stage of nature, concerned our unborn future. Living in the physical structure, he is really divine in nature. കവിതയോടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു. താങ്ക് യു. സ്നേഹമുള്ളവരെ, നമ്മളുടെ പതിവ് ദിനചര്യകൾക്ക് വ്യത്യസ്തമായി ഒരു ദിവസം നാം ഉല്ലാസത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് നിങ്ങളുടെ തന്നെ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെയാണ് നമ്മോട് ഇന്നെത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇവിടെ നമ്മൾ വിശേഷങ്ങളൊക്കെ കേട്ടു. ഇതിനെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് പ്രൊഫഷനിലായാലും അതിൽ ആത്മാർത്ഥതയോടെ നിന്ന് കഴിഞ്ഞാൽ വിജയമുണ്ടാവാം. ഇത് തന്നെയാണ് നിങ്ങളോട് ടോം സാറും എപ്പോഴും പറയുന്നത്. ഒരു കാര്യത്തിന് നാം ഇറങ്ങി പുറപ്പെട്ടാൽ അത് മാക്സിമം നന്നായി ചെയ്യുക. കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് തന്നെ വേണം നമ്മൾ പോകാൻ. അക്കാഡമിക് കാര്യത്തിലും വളരെ ഉയർന്ന നിലവാരം പുലർത്തിയിരുന്ന ആളാണ് ഫെമിന. ഈ നിങ്ങൾ വിചാരിക്കുന്ന സിനിമാ ഫീൽഡിൽ ഇതൊന്നും ആവശ്യമില്ല എന്ന്. ബുദ്ധിയും ചിന്താശേഷിയും സാഹചര്യത്തിനൊക്കെ പെരുമാറുവാനും എല്ലാ ഘടകങ്ങളൂടെ ഉചിതമായി വന്നാൽ മാത്രമേ ഏത് പ്രൊഫഷനും നന്നാവുകയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സീൻ നിങ്ങളോട് അഭിനയിച്ച് കാണിക്കാൻ പറയുവാണെങ്കിൽ അതെത്ര ഭാവാത്മകമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സിനിമയിൽ ഉടനീളം ഡയറക്ഷൻ അനുസരിച്ച് ഭാവഭേദങ്ങൾ വരുത്തി അത് നന്നായി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല കഴിവ് തന്നെയാണ്. ജഗദീശ്വരൻ ഇനിയും ഫെമിനയുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാവിധ അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് ഇന്നൊരു ദിവസം ആഘോഷത്തിനായി മാറ്റിവെക്കുവാനും മറ്റ് നിങ്ങളോടൊപ്പമുള്ള കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കുവാനും ഏറ്റവും ഡിസിപ്ലിനോട് കൂടി തന്നെ ഇന്നത്തെ ദിവസം നന്നായി ചെലവഴിക്കുവാനും ഇടയാകട്ടെ എന്ന ആശംസയോടെ ഈ എക്ലാറ്റിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഒപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി കുട്ടികളുണ്ട്. നിങ്ങൾ കുറച്ചുപേർ ഇന്ന് ഓഡിറ്റോറിയം കണ്ടിട്ടുള്ളൂ. കുറേ ആഴ്ചകളായി ഇതിൻ്റെ പിന്നിൽ നിരന്തരമായി പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം എക്ലാറ്റിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ടോം സാർ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ആക്ട്രസ് ഫെമിന ജോർജ്,
നമ്മുടെ ഡയറക്ടർ പോൾ സാർ, പ്രിൻസിപ്പൽ ജോബി സാർ, അക്കാഡമിക് മോഡൽ ടീച്ചർ, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥികൾ. അപ്പോൾ നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സമാധാനത്തോടും അതുപോലെ തന്നെ സന്തോഷത്തോടും കൂടി ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് എല്ലാവിധമായ സഹായങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന ടോം സാറിന് നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു. അടുത്തതായിട്ട് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയാണ് നമ്മുടെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും ഇത്രയും നേരം നമ്മളോടൊപ്പം ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായൊരു നൃത്തം കാഴ്ചവെക്കുകയും ചെയ്ത ആക്ട്രസ് ഫെമിന ജോർജിനെ നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു. അടുത്തതായിട്ട് പോൾ സാർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ ജോബി സാർ, അക്കാഡമിക് മോഡൽ ടീച്ചർ, ഇവർക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു. പിന്നെ നിങ്ങൾ ആർട്സ് കോർഡിനേറ്റേഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവരോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ അധ്യാപകർ, അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ, പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട്